വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഒരു കെമിക്കൽ ഇക്വേഷൻസ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞു, അതോടെ ലാസ്റ്റ് ടോപ്പിക്കാണത്. അപ്പോൾ മിസ് മുന്നേ ഇട്ടിട്ടുള്ള ടോപ്പിക്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കണം. നോട്ട്സ് മിസ് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഇട്ട പോർഷൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണ് അടുത്ത പോർഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് ആണ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിന് ശേഷം മിസ് ഒന്നുകൂടെ വേറെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നോക്കൂ, റൈറ്റ് ദ സിമ്പിൾ ഓഫ് ദി എലമെന്റ് സിങ്ക്. സിങ്കിന്റെ സിമ്പിൾ എന്താണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സിങ്കിന് സെഡ് അല്ലേ. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിനെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ കാണുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. യു ഹാവ് സീൻ ഏർലിയർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സിങ്ക്. What are formed as a result of this chemical reaction? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിങ്ക് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. നിങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സിങ്കിനെ ഇടുകയാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സിങ്കിനെ ഇടുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. ഇനി മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കിട്ടുന്നത് ഒന്ന് സിങ്ക് ക്ലോറൈഡ് ആണ് കേട്ടോ, മറ്റൊന്ന് ഹൈഡ്രജൻ ആണ്. ഞാനിവിടെ സിങ്ക് ക്ലോറൈഡ് നീട്ടി വലിച്ച് എഴുതാത്തതിൻ്റെ കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഹൈഡ്രജൻ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ദ സബ്സ്റ്റൻസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് റിയാക്ടൻസ്. സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റിയാക്ടൻസ് എന്താണ്, പ്രോഡക്ട്സ് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് റിയാക്ടൻസ് എന്ന് മിസ് പറഞ്ഞുതരാം. വാട്ട് ആർ റിയാക്ടൻസ് നോക്കൂ. നമ്മൾ റിയാക്ടൻസ് എന്താണ്, പ്രോഡക്ട്സ് എന്താണെന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിങ്ക് എന്തിൽ ഇടുകയെന്നാണ് നമ്മളോട് പറഞ്ഞത്, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇടുക എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നാണ് പറഞ്ഞത്, സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊരു കെമിക്കൽ ഇക്വേഷൻ ഫുൾ ഇക്വേഷൻ ആയിട്ടല്ല, എന്നാലും ഞാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ്. അപ്പം ഇത് സിങ്ക് ആണ്, ദിസ് ഇസ് സിങ്ക്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പം ആരൊക്കെയാണ് ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആരൊക്കെയാണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? റിയാക്ടൻസ്. ദ സബ്സ്റ്റൻസസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് ആസ് റിയാക്ടൻസ്. ഇനി നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? സിങ്ക് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് വി ഗോട്ട് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. As a result of this chemical reaction, we got zinc chloride and hydrogen. So, these substances are called products. Substances we got after chemical reaction are called what? Products. Or substances formed as a result of chemical reaction are called products. The substances which take part in chemical reaction are called reactants. Substances that we got after chemical reaction are called products. അല്ലെങ്കിൽ substances formed as a result of chemical reaction are called products. Okay. അപ്പോൾ reactants products ആവുന്ന പ്രോസസ് ആണെന്ത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. വാട്ട് ആർ റിയാക്ടൻസ്, വാട്ട് ആർ പ്രോഡക്ട്സ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ മിസ് കാണിക്കാം. H2 plus O2, 2H2 plus O2 gives 2H2. ഇതാണ് വാട്ടർ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ. അതായത് ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ ആൻഡ് ഫോംസ് വാട്ടർ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് അല്ലേ കെമിക്കൽ, ഹൗ വാട്ടർ ഇസ് ഫോംഡ് എന്നൊക്കെ. വിച്ച് ആർ ദ റിയാക്ടൻസ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടേക്ക് പാർട്ട് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ. സോ ദീസ് ആർ കോൾഡ് reactants. Okay, water is formed as a result of this chemical reaction, so water is called product. Okay, അപ്പോൾ റിയാക്ടൻസും പ്രോഡക്ട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിയാക്റ്റൻസ് ഏതാണ്, പ്രോഡക്ട്സ് ഏതാണെന്ന് നിങ്ങൾ എഴുതണം. അതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. റിയാക്റ്റൻസ് ഏതായിരുന്നു ഇവിടെ? റിയാക്റ്റൻസ് എന്ന് പറയുന്നത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിരുന്നു. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് രണ്ടെണ്ണമായിരുന്നല്ലോ നമ്മൾ റിയാക്റ്റൻസ്. ഓർമ്മയില്ലേ? പ്രോഡക്റ്റ് നമുക്ക് എന്തൊക്കെ കിട്ടി? ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, പ്രോഡക്ട്സ് എന്തൊക്കെ കിട്ടിയത്? സിങ്ക് ക്ലോറൈഡ്, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ പ്രോഡക്ട്സ്. ഓക്കെ, ദ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് equations containing the symbols and chemical formula of the reactants and products. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നാണ് പറയുന്നത്? റിയാക്ടൻസ് ആയിട്ടും പ്രോഡക്ട്സ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. റിയാക്ടൻസും പ്രോഡക്ട്സുമായിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് ഇക്വേഷൻസ് കണ്ടെയ്നിങ് symbols and chemical formula of the reactants and products. റിയാക്ടൻസും പ്രോഡക്ട്സും ചേർത്തേയും കെമിക്കൽ ഫോർമുല ചേർത്തിട്ട് നമ്മൾ എഴുതുന്ന ഇക്വേഷനാണ് എന്ത് പറയാ? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ആ കെമിക്കൽ ഇക്വേഷനാണ് നിങ്ങൾക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, നോക്കൂ, ഇനി നമുക്ക് ഈ കെമിക്കൽ ഇക്വേഷൻസിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇക്വേഷൻ? നമ്മൾ മാത്സിലൊക്കെ ഈക്വൽ ടു ഇടുമ്പോൾ എപ്പോഴും എന്താണ്? ലെഫ്റ്റും റൈറ്റും ബാലൻസ്ഡ് ആവണം അല്ലേ? ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയാലാണ് നമ്മൾ അതിനെന്ത് പറയാ? ഇക്വേഷൻ എന്ന് പറയാം. ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ടൻസ് സൈഡും പ്രോഡക്റ്റ് സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയാണ് അത് ഈക്വൽ ആവുന്നതെന്നൊക്കെയാണ് നമ്മളോട് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്തായിരുന്നു? സിങ്ക് പ്ലസ് അല്ലേ? നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്തായിരുന്നു? സിങ്ക് പ്ലസ് HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്നായിരുന്നു നമ്മളെ ഇക്വേഷൻ. അപ്പം ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് ഓരോന്നാ ചോദിച്ചു. ഇവിടെ 1 അല്ലേ? ഇത് 1 ഇത് 1 ഒക്കെയാണ് ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത്. നോക്കൂ, സിങ്ക് 1 ആണ്, റിയാക്ടൻ സൈഡിൽ 1 ആണ്, പ്രോഡക്റ്റ് സൈഡിലും സിങ്ക് 1 ആണ്. ഹൈഡ്രജൻ റിയാക്ടൻ സൈഡിൽ 1 അല്ലേ ഉള്ളൂ. പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ എത്തിയപ്പോൾ H2 എന്ന് വന്നുകൊണ്ടല്ലേ? അപ്പോൾ 2 ആറ്റം ഉണ്ട് അവിടെ, റൈറ്റ്? ദെൻ ക്ലോറിൻ റിയാക്ടൻ സൈഡിൽ വന്നപ്പോൾ Cl എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോഴോ Cl2 2 ഉണ്ട്. നോക്കൂ, ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓർ ബോത്ത് സൈഡ്സ് ദ ആരോ ഈക്വൽ? അപ്പോൾ 2 സൈഡിലുള്ളത് ഈക്വൽ ആണോ? ഈ ആരോയുടെ 2 സൈഡിലുള്ളത് ഈക്വൽ ആണോ? അല്ല, നോ, 2 സൈഡിലും ഈക്വൽ അല്ല. ഇപ്പം എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഐഡന്റിക്കൽ ആറ്റംസ് ഷുഡ് ബി ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ആരോ. അപ്പോൾ ഈ ആരോയുടെ 2 സൈഡിലും എന്തായിരിക്കണം? നമ്പർ ഓഫ് ആറ്റംസ് ഐഡന്റിക്കൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യാൻ വീണ്ടും ഒന്ന് ശരിയാക്കിയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ശരിയാക്കി എഴുതി നോക്കൂ. സിങ്ക് പ്ലസ് 2HCl എന്നാക്കി അല്ലേ? നോക്കൂ, സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇപ്പം നോക്കൂ, റിയാക്ടൻ സൈഡിൽ ഒരു സിങ്ക്, പ്രോഡക്റ്റ് സൈഡിൽ ഒരു സിങ്ക് അല്ലേ? റിയാക്ടൻ സൈഡിൽ 2 ഹൈഡ്രജൻ കണ്ടോ? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 2 ഹൈഡ്രജൻ, റൈറ്റ്? രണ്ടും ഈക്വൽ ആണ്. ഇനിയോ, ഇനി അടുത്ത് ക്ലോറിൻ നോക്കൂ. ക്ലോറിനും റിയാക്ടൻ സൈഡിൽ 2 ക്ലോറിൻ, പ്രോഡക്റ്റ് സൈഡിൽ 2 ക്ലോറിൻ, റൈറ്റ്? റിയാക്ടൻ സൈഡിൽ നോക്കൂ, ഈ 2 എന്ന് ഇവിടെ ഫ്രണ്ടിൽ 2HCl എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? 2HCl എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രോക്ലോറിക് ആസിഡ് മോളിക്യൂൾസ് ആണ്. അതിൽ ഈ 2 ഫ്രണ്ടിൽ എത്ര നമ്പർ ഇടുന്നുവോ അത് അതിന് മൊത്തം ചേർന്നാണ്. 2 ഹൈഡ്രജനും 2 ക്ലോറിനും ഉണ്ട്.
അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ, ഇവിടെയും 2 ക്ലോറിൻ. അപ്പോൾ രണ്ടും ഈക്വൽ ആയല്ലോ, റൈറ്റ്? രണ്ടും ഈക്വലായി. ഇവിടെ ക്ലോറിനും ഈക്വലായി. ഓക്കെ, ഇനി നോക്കൂ. നൗ ഈസ് ഇൻ the number of atoms of the same kind on both sides of arrow are equal. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതാവണ്ട, ഞാൻ നിങ്ങൾക്ക് വേറെയും കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണത് നമ്മൾ ഈക്വൽ ആക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം. വെൻ എ കെമിക്കൽ ഇക്വേഷൻ ഇസ് റിട്ടൺ, ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ് ഓൺ ദി സൈഡ് ഓഫ് റിയാക്ടൻ ആൻഡ് ദാറ്റ് ഓഫ് പ്രോഡക്റ്റ് ഷുഡ് ബി ഈക്വൽ. അതായത് നമ്മുടെ മാത്സിൽ നമ്മൾ ഈക്വൽ ടു ഇടുന്നതിന് ഈക്വൽ ആണ്. അതായത് അതേപോലെയാണ് നമ്മളെ കെമിസ്ട്രിയിൽ അവിടെ ആരോ മാർക്ക് ഇടുന്നത്. ഗീവ്സ് എന്നാണ് ഇത് വായിക്കുക. എന്താണ്? റിയാക്ടൻസ് gives products. When reactants reacts together, we got products. അത് വായിക്കുക എങ്ങനെയാണ്? gives എന്നാണ് വായിക്കുക. ഓക്കെ, അല്ലാതെ ഈക്വൽ ടു ഒന്നും വായിച്ചളയരുത്. This type of chemical equations are called balanced chemical equation. അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടൻസ് പ്രോഡക്ട്സ് ആവുന്നത് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. അതിലാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ഈ കെമിക്കൽ ഇക്വേഷനിൽ ഇറ്റ് ഈസ് എ മസ്റ്റ് ദാറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഓൺ റിയാക്ടൻറ്റ് സൈഡ് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഓൺ പ്രോഡക്റ്റ് സൈഡ്. Such an equation is called balanced chemical equation. Then what is meant by balanced chemical equation? Number of atoms on both sides of a chemical equation is equal, then it is called as balanced chemical equation. Reactants products ആയി മാറുന്നതിനെ നമ്മൾക്ക് ഷോർട്ട് ഫോമിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന്. ഈ കെമിക്കൽ ഇക്വേഷൻ്റെ റിയാക്ടൻറ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡിലെയും ആറ്റംസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആറ്റംസ് ഈക്വൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് 2-3 ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. റിയാക്ടൻസ് ഏതാണ്, പ്രോഡക്ട്സ് ഏതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമുക്കതൊന്ന് ഇപ്പോൾ നോക്കൂ. CO2 ഏതാണ് റിയാക്ടൻസ്? അവിടെ CO2ൻ്റെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും അല്ലേ? കാർബണും ഓക്സിജനും റിയാക്ടൻസ്. പ്രോഡക്റ്റ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ പ്രോഡക്റ്റ്. സെക്കൻഡിൽ നോക്കൂ, ഹൈഡ്രജനും ക്ലോറിനും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ആർ ഡൈഅറ്റോമിക്. ദേ കനോട്ട് എക്സിസ്റ്റ് ആസ് H ആറ്റംസ്. ദേ ഓൺലി എക്സിസ്റ്റ് ആസ് H2 മോളിക്യൂൾസ്. പഠിച്ചതല്ലേ? അപ്പോൾ നമ്മൾ C എഴുതുന്ന പോലെയല്ല ഓക്സിജനും ഹൈഡ്രജനും ക്ലോറിനും എഴുതേണ്ടത്. O ഒന്നും H ഒന്നും എഴുതി വയ്ക്കാൻ പാടില്ല. O2 സ്റ്റേബിൾ ആയിട്ടുള്ള ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആറ്റംസ്. അപ്പോൾ ഇവിടെ മോളിക്യൂൾസ് ആയിട്ടാണ് അതിൽ എക്സിസ്റ്റ് ചെയ്യുക. ദെൻ പ്രോഡക്റ്റ് എന്താണ്? HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഓർ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് പറയാം. ദെൻ H2O2 അതാണ് റിയാക്ടൻസ്. റിയാക്ടൻസ് എന്ന് പേര് എഴുതാൻ പറഞ്ഞാൽ ഇവിടെ 2H2 എന്നൊന്നും എഴുതണ്ട. അത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഈ 2 എന്ന് പറയുന്നത്. റിയാക്ടൻസ് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വി ഗോട്ട് ദ പ്രോഡക്റ്റ് ഏതാണ്? വാട്ടർ കിട്ടും. അപ്പോൾ റിയാക്ടൻസ് ഏതാണ്, പ്രോഡക്ട്സ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും റിയാക്ടൻസും റൈറ്റ് സൈഡിൽ എപ്പോഴും എന്തായിരിക്കും? പ്രോഡക്ട്സും ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ അടുത്ത എന്താ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ദ ഇക്വേഷൻ ഗിവൺ ബിലോ ആർ നോട്ട് ബാലൻസ്ഡ്. ക്യാൻ യു ബാലൻസ് ദം? അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യണം ഈ ഇക്വേഷൻ. Mg + O2 gives MgO. NaOH + H2SO4 gives Na2SO4 plus H2O. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. N2 + H2 gives NH3. H2O2 gives H2O plus O2. എന്താണെന്നറിയാമോ? H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതാണ് H2O2. നമ്മൾ ഈ കുഴിനകത്തിലൊക്കെ ഒഴിക്കുന്ന ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടില്ലേ? ലിക്വിഡ് നഖമൊക്കെ കേട് വന്നാലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന അതാണ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. എങ്ങനെയുണ്ടാവുന്നത്? വാട്ടറിൽ വീണ്ടും ഓക്സിജൻ ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ്. അതായത് വാട്ടറിൽ നമ്മൾ ഈ സോഡ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നത്. അതേപോലെ വാട്ടറിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് അത്. ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് എന്താവും? സ്പ്ലിറ്റ് ആയി പോകും.
അത് ഓക്സിജനൊക്കെ റിലീസ് ചെയ്ത് പോയിട്ട് വെള്ളം മാത്രമാവും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ മിസ് ഇവിടെ എഴുതാം എന്തൊക്കെ നമ്മൾ വി ആർ ഗോയിങ് ടു ബാലൻസ് സം കെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. Mg പ്ലസ് O2 ഗീവ്സ് MgO. ഇവിടെ Mg എത്ര ഉണ്ട്? Mg ഇവിടെ 1 ആണ്, ഇപ്പുറത്തും 1 ആണ്, റൈറ്റ്? ഇവിടെ Mg 1 ആണ്, ഇപ്പുറം Mg 1 ആണ്. ഇവിടെ ഓക്സിജൻ 2 ആണ്, ഇവിടെ ഓക്സിജൻ 1 ആണ്. അപ്പോൾ ഈ 1നെ 2 ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴെ നിങ്ങൾ കൊണ്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എന്തായി മാറും? നമ്മളെ സാധനം മാറിപ്പോവും, നമ്മളെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റൊക്കെ മാറിപ്പോകും. അതായത് മാഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോംസ് മാഗ്നീഷ്യം ഓക്സൈഡ്. നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് MgO2 എന്നൊക്കെ ഇട്ടാൽ ഇത് മാഗ്നീഷ്യം ഓക്സൈഡ് ആവല്ലേ? പിന്നെ മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഒന്നുകൂടി മിസ് എഴുതാം. നോക്കൂ. Mg plus O2 gives MgO. ഇതിൽ തന്നിരിക്കുന്നത് നമുക്ക് Mg plus O2 gives MgO എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു Mg, ഇവിടെയും ഒരു Mg, ഇവിടെ 2O2, ഇവിടെ 1O2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഫ്രണ്ടിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം. മനസ്സിലായി? ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഇവിടെ 2 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 2 എന്ന് ചേർക്കുകയാണ്. അപ്പോൾ ഈ 2 ആർക്ക് വരും? Mgയും 2 ആയി മാറി, ഓക്സിജനും 2 ആയി മാറി. അപ്പോൾ ഇവിടെ O2 2 ആണ്, ഇവിടെ എത്ര? ഈ 2 എന്നുള്ള 2 ഭാഗത്തേക്കും ചേർന്നല്ലേ, അപ്പോൾ 2 ഓക്സിജനായി. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയോ? Mgയുടെ എണ്ണവും മാറിയില്ലേ? ഇവിടെ Mgയും 2 ആയി, Oയും 2 ആയി. അപ്പം Mgയുടെ എണ്ണവും മാറി. അപ്പോൾ ഇവിടെ Mg 2 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് 2 ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2Mg പ്ലസ് O2 ഗീവ്സ് 2MgO, റൈറ്റ്? 2, 3 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അടുത്ത് നോക്കാം. അടുത്തത് N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? Some of the equations given below are not balanced. Can you identify them എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. ബാലൻസ്ഡ് ആണോ അല്ലയോ? ഏതോ ബാലൻസ്ഡ് ആണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എത്ര നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ആൻഡ് ഫോംസ് അമോണിയ. അതാണ് ഈ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നൈട്രജൻ എത്ര ഉണ്ട്? ഇവിടെ നൈട്രജൻ 2, 2NH3 എന്നല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? നൈട്രജൻ ഇവിടെ 2 ഉണ്ട്. ഓക്കെ, ഈ 2 എല്ലാവർക്കും കൂടി ചേർന്നാണ്. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 × 2 എന്ന് പറഞ്ഞാൽ 6 ഉണ്ട്. ഇവിടെയോ ഈ 2 എല്ലാവർക്കും ചേർന്നല്ലേ, NH3ക്ക് മൊത്തമുള്ളല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പോൾ ഇവിടെ 2 × 3 = 6. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം, ഇവിടെ നൈട്രജൻ്റെ എണ്ണം 2 ഭാഗത്തും ഈക്വലാണ്, ഹൈഡ്രജൻ്റെ എണ്ണവും 2 ഭാഗത്തും ഈക്വലാണ്. സോ ദ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു. അപ്പം നമ്മൾ അടുത്ത ഇക്വേഷൻ നോക്കൂ. H2O2 gives H2O plus O2. നിങ്ങൾക്ക് കുറച്ച് 2-3 ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ H2O2 gives H2O plus O2. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. അപ്പോൾ 2 ഭാഗത്തും ഹൈഡ്രജൻ ഈക്വൽ ആണ്. ലെഫ്റ്റിൽ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 + 2. എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 2 ഓക്സിജൻ ആണ്, ഇവിടെ 1 + 2. എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തല്ല? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല. ഇത് റിയാക്ടൻ സൈഡും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ അല്ല. നമുക്ക് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ നമുക്ക് എന്ത് വേണം? ഓക്സിജനെ സെയിം നമ്പറാക്കി മാറ്റാണ് വേണ്ടത്. ഹൈഡ്രജൻ ഓൾറെഡി ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നോക്കൂ, 1 + 2 3 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനാണുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രണ്ടിൽ നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ചെറിയ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഒരിക്കലും 100ഉം 50ഉം ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല. ചെറിയ 2, 3, 4 അങ്ങനെ ചെറിയ നമ്പേഴ്സ് മാത്രമേ ഇടേണ്ടി വരുള്ളൂ കോമൺലി. ഓക്കെ, ഇപ്പോൾ 2 ഇട്ടോ. ഇപ്പോൾ 2 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എത്രയായി? 2 × 2. ഹൈഡ്രജൻ്റെ എണ്ണം ഇവിടെ 4 ആയി.
ഇവിടെയോ ഇവിടെ 2 അല്ലേ ഉള്ളൂ, ഇവിടെ റൈറ്റ് സൈഡിൽ 2 അല്ലേ ഉള്ളൂ, ഈ 2 ഉള്ളൂ. അപ്പം എന്താക്കി മാറ്റണം? 4 ആക്കി മാറ്റണം. 4 ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ടിൽ 2 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈഡ്രജൻ എത്രയായി? 2 × 2 4 ആയി. ഇപ്പുറത്തും 2 × 2 4 ആയി. റൈറ്റ്. ഇനി ഇവിടെ നോക്കൂ, ഈ 2 എന്നുള്ളത് 2ലും ചേർന്നാണ് കേട്ടോ. അതുപോലെ ഈ 2 എന്നുള്ളത് 2ലും ചേർന്നാണ്. ഇവിടെ ഓക്സിജൻ നോക്കൂ, 2 × 2 2 × 2 ഓക്സിജൻ എത്ര ആയി? 4. ഇപ്പം ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡിൽ നോക്കൂ, 2 × O, ഇവിടെ 1 ആണ്. 2 × O 2 പ്ലസ് ഇവിടെ 2 4. ശരിയായില്ലേ? അപ്പോൾ ഈക്വൽ ആയില്ലേ? ഒന്നുകൂടെ നമുക്കിതൊന്ന് ഞാൻ മാറ്റിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കൂ, H2O2 gives H2O plus O2. ഇതായിരുന്നു നമ്മളെ കെമിക്കൽ ഇക്വേഷൻ. റൈറ്റ്. ഇവിടെ 2 ഹൈഡ്രജൻ ആണ്, റൈറ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഈക്വൽ ആണ്. ദെൻ ലെഫ്റ്റിൽ 2 ഓക്സിജൻ ആണ്, റൈറ്റിൽ 1 + 2 3 ഓക്സിജൻ ഉണ്ട്. അപ്പം നമുക്കത് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റിലല്ലേ കൂടുതൽ, അപ്പോൾ വീണ്ടും അവിടെ ഇടാൻ പാടില്ല, ലെഫ്റ്റിൽ ഇട്ട് കൊടുക്കാം. ലെഫ്റ്റിൽ മിസ് 2 എന്ന് ആഡ്. അപ്പോൾ ഈ 2 എന്ന് ആഡ് ചെയ്ത് 2നും കൂടെ ചേർന്നതാണ് കേട്ടോ. 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ പെർ ഓക്സൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2 × H2 ഹൈഡ്രജൻ ഇവിടെ 4 ആയി. ഓക്സിജനോ 2 × O2 ഓക്സിജനും 4 ആയി അല്ലേ? ഇനി ഇപ്പുറത്തേക്ക് നോക്കൂ, ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ 2 എന്നുള്ള 4 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 × 2 ഹൈഡ്രജൻ 4 ആയി. 2 × O ഇവിടെ 1 ആണ് കേട്ടോ. 2 × 1 ഓക്സിജൻ ഇവിടെ 2 പ്ലസ് ഇവിടെ 2 എത്രയായി? 4. ഇപ്പോൾ 2 ഈക്വൽ ആയില്ലേ? അപ്പോൾ നമ്മൾ കെമിക്കൽ ഇക്വേഷൻ ശരിക്കും എങ്ങനെയാണ്? 2H2O2 gives 2H2O plus O2. റൈറ്റ്. നിങ്ങളിത് സ്വയം എഴുതി വേണം പഠിക്കാൻ, അല്ലാതെ അങ്ങനെ കണ്ണോട്ട് നോക്കി പഠിച്ചാലൊന്നും മനസ്സിലാവും, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് മറന്നു പോകും. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി പഠിക്കുക. ഓക്കെ. ഇനി നമുക്ക് വേറെ 1-2 മിസ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് വേറെ ഒന്ന് എടുക്കാം. വേറെ ഒന്ന് നമുക്കിപ്പോൾ ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിച്ചോളൂ. N2 plus H2 gives NH3. ഇതെന്താ മിസ് പറഞ്ഞത്? നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ആൻഡ് ഫോംസ് അമോണിയ അല്ലേ? അപ്പം ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 1 നൈട്രജൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ചേർക്കണം. 2 നൈട്രജൻ ആയല്ലോ. റൈറ്റ്. നൈട്രജൻ്റെ എണ്ണം ഇവിടെയും നൈട്രജൻ ലെഫ്റ്റിലും 2 റൈറ്റിലും 2. ഓക്കെ. ഹൈഡ്രജൻ ഇവിടെ ഇപ്പോൾ എത്രണ്ണായി? ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ 2 × 3 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ 2നെ 6 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? × 3 ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് മുന്നിൽ 3 എന്നിട്ട് കൊടുക്കാം. ഇപ്പം എത്രയായി? 3 × 2 6 ഹൈഡ്രജൻ. ഒന്നുകൂടെ മിസ് പറയാം, ഒന്നുകൂടെ നോക്കിക്കോളൂ. നമ്മളത് N2 plus H2 gives NH3 എന്നായിരുന്നു. ഇവിടെ 2 നൈട്രജൻ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ ഫ്രണ്ടിൽ 2 ചേർത്തു. 2 ചേർത്തപ്പോൾ നൈട്രജൻ 2 ആയി, ഇവിടെയും 2 ആയി. റൈറ്റ്. ഹൈഡ്രജൻ 2 × 3 6 വേണം. ഇവിടെ 2 ഉള്ളൂ, അപ്പോൾ നമ്മളിവിടെ 3 കൊടുക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? N2 plus 3H2 gives 2NH3. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. മനസ്സിലായോ? ഇനി നോക്കൂ, നമുക്ക് 1 more എക്സാമ്പിൾ ചെയ്യാം. ഇപ്പം നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. Mg plus O2 gives MgO. വളരെ സിമ്പിളാണ്. എങ്ങനെ എഴുതുക? ഇവിടെ ഒരു Mg, ഇവിടെ ഒരു Mg. റൈറ്റ്. ഇവിടെ 2O2 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. ദിസ് ഈസ് എ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ. 2 ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫ്രണ്ടിൽ നമ്മൾ 2 ഇട്ടു. അപ്പോൾ 2O 2Mg. അപ്പോൾ Mg 2 ആയില്ലേ? അപ്പോൾ അത് ശരിയാക്കാൻ ഫ്രണ്ടിൽ ഇട്ടു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. NaOH plus H2SO4 gives Na2SO4 plus H2O. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് കുറച്ച് വലുതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. സോഡിയം ഇവിടെ 1 ഉള്ളൂ, ഇവിടെ സോഡിയം 2. അപ്പോഴേ തെറ്റിപ്പോയി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 ചേർത്തു.
ഇപ്പോൾ സോഡിയം കറക്റ്റായി, ഇവിടെ 2 അവിടെ 2. ഇനി ഇവിടെ ഓക്സിജൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, ഈ 2 രണ്ടിലേക്കും ചേർന്നാണ്. അപ്പോൾ ഓക്സിജനെ നമ്മൾ നോക്കുമ്പോൾ 2 പ്ലസ് ഇവിടെയോ 4, 6 ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഇവിടെയോ 4 പ്ലസ് ഇവിടെ 1 ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2 ഇട്ടു. അപ്പോൾ 4 പ്ലസ് 2 6. അപ്പോൾ ഓക്സിജൻ ഈ കറക്റ്റായി അല്ലേ, രണ്ട് സൈഡിലും കറക്റ്റായി. ഇനി അടുത്ത് നോക്കൂ, 2 ഹൈഡ്രജനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ. ഇവിടെയോ 2 × 2 അല്ല, 2 × 2 4 ഹൈഡ്രജൻ. എല്ലാം ഈക്വൽ ആയില്ലേ. സോറി ഇവിടെ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഫ്രണ്ടിൽ ഒരു 2 ചേർത്ത് കൊടുത്തു, ഇവിടെ ഒരു 2 ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ട് കിട്ടി. ഇനി വേറെ ഒന്നും നോക്കാം. അടുത്ത ഇപ്പം നമ്മൾ കുറേ എണ്ണം ചെയ്തല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഓരോ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ. നോക്കട്ടെ മിസ് കേട്ടോ. Some chemical equations are given. Which of these are balanced chemical equation? Balance those chemical equation which are not balanced. ബാലൻസ്ഡ് അല്ലാത്തതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബാലൻസ്ഡ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് മിസ് എഴുതാം, C+O2 gives CO2. എങ്ങനെയാണ് ചെയ്യാം, C+O2 gives CO2. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലേ. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, 2 ഓക്സിജൻ 2 ഓക്സിജൻ. അപ്പോൾ ദിസ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പം ഇനി അതിനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇറ്റ് ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ്, CH4 plus 2O2 gives CO2 plus 2H2O. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പോൾ കാർബണിൻ്റെ എണ്ണം ആണെങ്കിൽ ഇവിടെ 1 ഇവിടെ 1 ബാലൻസ്ഡ് ആണ്. റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 1 ആണ്. ദെൻ ഹൈഡ്രജൻ നോക്കാണ്, 4 ആണ്. ഇവിടെയോ 2 × 2 4. അപ്പോൾ അതും ഈക്വൽ ആണ്. ദെൻ ഓക്സിജൻ ആണെങ്കിലോ 2 × 2 = 4. ഇവിടെയോ ഇവിടെ നോക്കൂ, ഇവിടെ 2 ഉണ്ട് പ്ലസ് 2 × ഇവിടെ 1 ആണ്. 2 × 1 2. അതും ഈക്വൽ. അപ്പോൾ എല്ലാം ഈക്വൽ ആണ്. ദിസ് ഈസ് ഓൾസോ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, റൈറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, N2 plus O2 gives NO എന്നാണ്. നൈട്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് നൈട്രിക് ഓക്സൈഡ്. അപ്പോൾ ഇവിടെ നോക്കൂ, റിയാക്ടൻറ്റ് സൈഡിൽ നൈട്രജൻ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ദിസ് ഇസ് അൺബാലൻസ്ഡ്. ഫസ്റ്റ് തെറ്റാണ് അല്ലേ, തെറ്റാന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഇസ് റൈറ്റ്, പക്ഷെ ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഇവിടെ നൈട്രജൻ എന്ന് പറഞ്ഞ 2, ഇവിടെ 1. അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്താലോ, 2 പേർക്കും ചേരില്ല. അപ്പോൾ ഇവിടെയും 2. ദെൻ ഓക്സിജൻ എടുത്താലോ, ഇവിടെ 2 എണ്ണം, ഇവിടെ ഈ 2 2 പേർക്ക് കൂടെ ഉള്ളതാണ്, 2N2O എന്നാണ് വരിക. അപ്പോൾ ഇവിടെയും 2 ഈക്വൽ ആയി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്, N2 plus O2 gives 2NO. അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. ഇനി അടുത്ത് നോക്കൂ, CaCO3 gives CaO plus CO2. കാൽസ്യം 1, ഇവിടെയും കാൽസ്യം 1. കാർബൺ 1, കാർബൺ 1. ഹിയർ ഓക്സിജൻ നമ്പർ ഓഫ് ആറ്റംസ് 3. ഹിയർ 1 + 2 3. റൈറ്റ് അല്ലേ. കാൽസ്യം എടുക്കുകയാണെങ്കിൽ ഹിയർ 1 ഹിയർ 1. കാർബൺ എടുക്കുകയാണെങ്കിൽ ഹിയർ 1 ഹിയർ 1. ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഹിയർ 3, ഇവിടെ 1 + 2 = 3. ബോത്ത് സൈഡ്സ് റൈറ്റ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ദിസ് ഇസ് ബാലൻസ്ഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എന്താണ്, H2 plus ഹൈഡ്രജൻ പ്ലസ് അയഡിൻ ഗീവ്സ് ഹൈഡ്രജൻ അയഡൈഡ് എന്നുള്ളതാണ് നമ്മളത്. H2 plus I2 gives HI. അപ്പോൾ H2 2 ഉണ്ട് അല്ലേ, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരു 2 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദിസ് ഇസ് അൺബാലൻസ്ഡ്. നമ്മളതിന് ബാലൻസ് ചെയ്യാൻ പോവാണ്. 2 2 പേർക്കും ചേർന്നാണ് കേട്ടോ, 2 പേർക്കും കൂടെ ഉള്ളതാണ് 2. ഇവിടെ ഹൈഡ്രജൻ എടുത്താൽ ഇവിടെ 2 ഇവിടെ 2. അയഡിൻ എടുത്താൽ ഇവിടെ 2 ഇവിടെ 2. ഇപ്പോൾ 2 ബാലൻസ്ഡ് ആയില്ലേ. യെസ്. ഇനി അടുത്ത് നോക്കൂ, Fe plus
HCl gives FeCl2 plus H2. Fe plus HCl gives FeCl2 plus H2. അപ്പോൾ ഇവിടെ Fe, ലെഫ്റ്റിൽ Fe1, Fe1. ഹൈഡ്രജൻ ഇവിടെ 1, ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട് അല്ലേ, ഇത് 2 ആണ്. അപ്പോൾ 1നെ 2 ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഫ്രണ്ടിൽ ഒരു 2 ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2, ഇപ്പുറത്തും 2. ഈ ക്ലോറിൻ ഇവിടെ നോക്കൂ, ഈ രണ്ടിലേക്കും ചേർന്നാണ് കേട്ടോ ഫ്രണ്ടിലിട്ട 2. അപ്പോൾ ഇവിടെ ക്ലോറിൻ 2, ഇവിടെയും ക്ലോറിൻ 2. അപ്പോൾ ആദ്യം തന്നത് അൺബാലൻസ്ഡ് ആയിരുന്നു, ഇപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്തു, ബാലൻസ്ഡ് ആക്കി. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. C plus O2 അങ്ങനെയല്ല കേട്ടോ, CO2 plus C gives CO. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കണം, ബാലൻസ്ഡ് ആക്കണം. ഇത് ബാലൻസ്ഡ് ആണോ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഇവിടെ അല്ല 1 + 1 2 കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു 2 കൊടുത്താൽ, ഇത് ആദ്യം അൺബാലൻസ്ഡ് ആയിരുന്നു, ഇപ്പോൾ 2 കൊടുത്താൽ 1 + 1 2 കാർബൺ, ഇവിടെയും 2. റൈറ്റ്. ഓക്സിജൻ ആണെങ്കിലോ ഇവിടെ 2, ഇവിടെ ഈ 2 രണ്ടിലേക്കും ചേർന്നല്ലേ, രണ്ടിനും ചേർന്നാണ് 2 എന്ന് പറഞ്ഞാൽ, അപ്പോൾ 2. ഇപ്പോൾ അതെന്തായി മാറി, ബാലൻസ്ഡായി മാറി, അൺബാലൻസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മിസ്സിന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് വേറെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്, നോട്ട്സ് തരാനുണ്ട്, 2 പോർഷൻ വീണ്ടും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഒരു ക്ലാസ് ഇനിയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഇനി അതല്ല, നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കാണുന്നതാണെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്താലും മതി കേട്ടോ, നോ പ്രോബ്ലം. കൂടാതെ മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഞാൻ പറയാറുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാ ദിവസവും 1.5 മണിക്കൂറാണ് ക്ലാസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. മിസ്സിൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട് ഇതിൽ, നിങ്ങൾക്ക് അതിൽ വിളിച്ചാൽ മതിയാവും. ഞാൻ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞുതരാം. ഒരു സബ്ജക്റ്റിന് 100 രൂപയാണ് ഫീസ്. ഫിസിക്സിന് 100, കെമിസ്ട്രിക്ക് 100, മാത്സിന് 100, ടോട്ടൽ 300 രൂപയാണ് ഒരു മാസത്തേക്കുള്ള ഫീസ്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് കാണുന്നത് ഫ്രീ ആട്ടോ. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നല്ലേ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പൈസ ചിലവില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് മനസ്സിലാവുന്നില്ല മിസ്സേന്നോ, കാണുന്നില്ല എന്നോ, നീ ഇങ്ങനെ പോരാ വേറെ എങ്ങനെയും ചെയ്യണമെന്നോ, നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും മിസ്സിനോട് പറയാം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, എല്ലാവരും പഠിക്കണം, മറന്നു പോകരുത് കേട്ടോ. മിസ് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ്. ബൈ.